Infinix Hot 9 Pro എന്നുള്ള ഡിവൈസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ള മൊബൈൽ കമ്പനിയാണ് ഇൻഫിനിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 വേരിയൻ്റാണ് ഇന്ത്യയിൽ ഇപ്പോൾ അവർ പുറത്തിറക്കിയിരിക്കുന്നത്. അതിലൊരു വേരിയൻ്റാണ് ഇൻഫിനിക്സ് ഹോട്ട് 9 Pro. ഏകദേശം 4 GB റാമും അതേപോലെ 64 GB സ്റ്റോറേജും ഉള്ള ഒരു വേരിയൻ്റാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഫോണിൻ്റെ മേജർ സ്പെസിഫിക്കേഷൻ നമുക്ക് ഇതിൻ്റെ പിറകുവശത്ത് കാണാനായിട്ട് സാധിക്കും. 48 മെഗാപിക്സലാണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്, പ്രൈമറി ക്യാമറ. അതോടൊപ്പം തന്നെ 6.6 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ്. 5000 mAh ബാറ്ററി സപ്പോർട്ട് ഉണ്ട്. ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് പ്രവർത്തിക്കുന്നത് Android 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ വരുന്ന എല്ലാ ഫോണിലും കാണുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് പ്രൈസിങ്ങിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ നമുക്ക് ഹോട്ട് 9 Pro ബോക്സിന് പുറകെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ഇതാണ്. അപ്പോൾ ഇതിൽ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 12,999 ആണ്. അപ്പോൾ നമ്മളിത് വാങ്ങിച്ചിരിക്കുന്നത് 10,500 ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫോൺ എങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് ലുക്കും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് വളരെ ക്വിക്കായിട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, ബോക്സിൻ്റെ മുൻവശത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഫിനിക്സ് ബ്രാൻഡിങ് ഉണ്ട്. അതോടൊപ്പം തന്നെ മോഡലിൻ്റെ പേര് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാന സ്പെസിഫിക്കേഷൻ ആയിട്ടുള്ള ക്യാമറയെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള വേരിയൻറ്റ് 4 GB റാമും അതോടൊപ്പം തന്നെ 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജുമുള്ളൊരു വേരിയൻ്റാണ്. അപ്പോൾ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പാക്കിംഗ് തന്നെയാണ് ഇൻഫിനിക്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ നിർമ്മാതാക്കളാണ് ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഫോണുകൾ അവരിപ്പോൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. വളരെ നല്ല മികച്ച ഫീച്ചേഴ്സൊക്കെ നൽകുന്ന പലതരത്തിലുള്ള ഫോണുകൾ ഇൻഫിനിക്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വേരിയൻറ്റിൽ തന്നെ അവർ 2 ഫോണുകൾ ഇറക്കിയിട്ടുണ്ട്. അതായത് ഒന്ന് ഇൻഫിനിക്സ് ഹോട്ട് 9 ഇറക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഫിനിക്സ് ഹോട്ട് 9 Pro എന്നുള്ള വേരിയൻറ്റും ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇൻഫിനിക്സ് ഹോട്ട് 9 Pro ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ സീല് ഓൾമോസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് എക്സ്ക്ലൂസീവ്ലി ഫ്ലിപ്കാർട്ടിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. ഇത് ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ നമുക്കിത് സ്റ്റിക്കർ റിമൂവ് ചെയ്യണം. അപ്പോൾ ഫോണിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇതാണ്. നമ്മൾ വാങ്ങിച്ചിട്ടുള്ള വേരിയൻറ്റിൻ്റെ കളർ ഇതാണ്. നമുക്കിതിൽ വാങ്ങിക്കാൻ സാധിക്കുന്നത് 2 കളർ വേരിയൻ്റാണ്. ഒന്നാമതായിട്ട് നമുക്ക് കിട്ടുന്നത് ഓഷ്യൻ വേവ് എന്നുള്ള കളർ വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം 4ഓളം ക്യാമറകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോണിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നമുക്ക് ബോക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് നോക്കാം. ആക്സസറീസ് ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. അപ്പോൾ ബോക്സിൽ നമുക്ക് കിട്ടുന്നത് ഹാൻഡ് സെറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ അഡാപ്റ്റർ ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു USB കേബിളാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് സ്ക്രീൻ ഗാർഡ് ഉണ്ട്. അതിപ്പോൾ സാധാരണ നിങ്ങൾക്കെല്ലാം അറിയാം, ഇപ്പോൾ വരുന്ന ഫോണുകളെല്ലാം അത് പ്ലേസ് ചെയ്തിട്ടാണ് വരാറുള്ളത്. അത് ഫോണിൽ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ വരുന്നത് സിം എജക്ടർ ടൂളാണ്. പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിൽ ഈ ഒരു ബോക്സിൽ നമുക്കുള്ളത്. പിന്നെ സാധാരണ പോലെ തന്നെ നമുക്ക് ഫോണിൽ യൂസ് ചെയ്യാനായിട്ട് ഇതേപോലെയുള്ള ഒരു കേസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ആളുകൾക്കും ഇതൊരു സ്റ്റൈലിഷായി തോന്നില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ ഇൻക്ലൂഡായി വരുന്നത്. ഏകദേശം 5000 mAh കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ് ഇൻഫിനിക്സ് ഹോട്ട് 9 Proയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലോങ് ടൈം ഇത് ബാറ്ററി പ്രോബ്ലം ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരിക്കൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. ഇനി നമുക്ക് വളരെ ക്വിക്കായിട്ട് നമ്മുടെ ഫോണൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഡിവൈസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതേപോലെ ഒരു സീലുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. സ്ക്രീനിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ആ ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.6 ഇഞ്ചാണ്. HD+ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. പിന്നെ ഫ്രണ്ടിൽ ക്യാമറ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത അതേ ഫോണിനെ പോലെ തന്നെയാണ്. ഒരു മിനിമൽ സൈസിലായിട്ട് സ്ക്രീനിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ക്യാമറ വരുന്നത്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത് 90.5 ആണ്. അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ ഡിവൈസ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ വലതുവശത്തായിട്ടാണ് ഇവിടെ പവർ ബട്ടൺ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വോളിയം ബട്ടൺ ഇവിടെയാണ് വരുന്നത്. പിന്നെ പല ഫോണുകളിൽ ഇപ്പോൾ വരുന്നത് പോലെ തന്നെ സിം സ്ലോട്ട് വരുന്നത് ഈ ഒരു എൻഡിലാണ്. ഹീലിയോ P22 ഒക്ടാ കോർ പ്രോസസ്സറിലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ 4 GB റാമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 64 GB ആണ് ഇൻറ്റേർണൽ സ്റ്റോറേജ്. 2 4G സിമ്മുകൾ നമുക്ക് ഒരേ സമയത്തിൽ യൂസ് ചെയ്യാം.
അതോടൊപ്പം തന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം 256 GB വരെ നമുക്കിതിൻ്റെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല മികച്ച ഒരു പെർഫോമൻസ് തരുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ഇൻഫിനിക്സിൽ നിന്നും. ഇൻഫിനിക്സ് ഹോട്ട് 9 പ്രോയിലെ ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കിതിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ക്യാമറയാണ്. ഇതിൻ്റെ പ്രൈമറി ക്യാമറ വരുന്നത് 48 മെഗാ പിക്സലാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഇതിൽ ഒരു 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറോടുകൂടി മറ്റൊരു ക്യാമറയുണ്ട്. പിന്നെ വരുന്നത് 2 മെഗാ പിക്സൽ മാക്രോ ലെൻസോട് കൂടിയ മറ്റൊരു ക്യാമറയാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതിൽ ഒരു ലോ ലൈറ്റ് സെൻസർ കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിഷ്വൽസ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ വീഡിയോയിൽ തന്നെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നത് ഇൻ ഡിസ്പ്ലേയിലാണ്. നമുക്ക് ഈ കോർണറിൽ നോക്കിയാൽ കാണാം 8 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറ. ഇതിൽ നമുക്ക് കിട്ടുന്നത് പോർട്രേറ്റ് മോഡുണ്ട്, അതേപോലെ തന്നെ വൈഡ് സെൽഫിയും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് 3D ഫേസ് ബ്യൂട്ടി മോഡൊക്കെ ഇതിൽ ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ആ ഒരു ബെറ്റർ ഫോട്ടോഗ്രാഫ്സ് എടുക്കാനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 2 4G മൈക്രോ സിമ്മുകളാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സിം സ്ലോട്ട് ഒന്ന് ക്വിക്കായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഫോണിൻ്റെ ഇടതുവശത്താണ് ഇതേപോലെ സിം കാർഡ് സ്ലോട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം 2 മൈക്രോ സിം നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു SD കാർഡും ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. ഫോണിന് ഓൾറെഡി 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് മെമ്മറി കാർഡ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോണിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുമ്പം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് 2.5D ഗ്ലാസ് ഫിനിഷ് ഉണ്ട് ഫോണിൻ്റെ പിറകുവശത്തായിട്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് വശത്ത് നമുക്ക് 2.5D കർവ്ഡ് ഗ്ലാസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് ഈ ഫോണിൽ ഫേസ് അൺലോക്കും അതേപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫോൺ ഓണായി വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഫസ്റ്റ് ലുക്ക്. ഇതാണ്. അപ്പോൾ ഗൈസ്, ഇൻഫിനിക്സ് ഹോട്ട് 9 പ്രോ എന്ന സ്റ്റൈലിഷ് ഫോണാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൻ്റെ ഒരു വയലറ്റ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫോണിൽ നമ്മൾ ഒട്ടുമിക്ക സ്പെസിഫിക്കേഷൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫേസ് അൺലോക്കിംഗ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിൽ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫേസ് അൺലോക്കിംഗ് മാത്രമാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പിന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫോൺ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഫോൺ ലോക്ക് മോഡിലാണുള്ളത്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഫേസ് വെച്ചിട്ടൊന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സ്പീഡ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമുക്കിത് ലോക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ഇങ്ങനെ ലോക്കാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഫേസ് വെച്ചിട്ടാണ് അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ലൈറ്റ്നിങ് ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇത് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഗൈസ്, ഇപ്പോൾ സമയം ഈവനിങ് 6 o'clock ആണ്. അപ്പോൾ ഏകദേശം കുറച്ചൊരു ലോ ലൈറ്റ് കണ്ടീഷനാണ്. എന്നിരുന്നാലും അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയിൽ നിന്നുള്ള വിഷ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 8 മെഗാ പിക്സലാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാം വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഷോട്ടാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ക്യാമറയിൽ കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്യാമറ എന്താ പറയുക, ഫോൺ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തേ ഉള്ളൂ. അതായത് ജസ്റ്റ് ഓപ്പൺ ചെയ്തേ ഉള്ളൂ. ഓപ്പൺ ചെയ്ത് നമ്മൾ ഡയറക്റ്റായിട്ട് ക്യാമറയിൽ ഒരു സെറ്റിങ്സിൽ മാറ്റം വരുത്തിയിട്ടില്ല. മാറ്റം വരുത്താതെയാണ് ഈ ഒരു വിഷ്വൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ക്ലാരിറ്റിയും അതേപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ വിഷ്വൽ ക്ലാരിറ്റിയും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ റിയർ ക്യാമറയോട് ഒന്ന് ക്വിക്കായിട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇൻഫിനിക്സ് ഹോട്ട് 9 പ്രോയിൽ ഏകദേശം 4ഓളം ക്യാമറകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. 48 മെഗാ പിക്സലാണ് ഇതിൻ്റെ പ്രൈമറി ക്യാമറ വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് 3 more ക്യാമറയുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിയർ ക്യാമറയിൽ നിന്നുള്ള ഒരു ഫുട്ടേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഇൻഫിനിക്സ്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഫോണുകൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു ഫോണാണിത്. അപ്പോൾ നമുക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഈ ഒരു ഫുട്ടേജിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ നിന്നും റിയർ ക്യാമറയിൽ നിന്നുമുള്ള വീഡിയോ ഫുട്ടേജുകൾ കണ്ടു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഞാനിതിൽ നിന്ന് 1-2 സെൽഫിയും അതേപോലെ തന്നെ 1-2 ഇമേജും എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പണ്ടേ ഞാനൊരു വിളിച്ചാടി, ഇന്നും ഞാനൊരു വിളിച്ചാടി, നാളെ ഞാനൊരു വിളിച്ചാടി. അടിപൊളി പാട്ട്. ഇൻഫിനിക്സ് ഹോട്ട് 9 പ്രോയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് വരുന്നത് 10,500 ആണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫോണിനെ കുറിച്ചുള്ള ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. മറ്റൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.